ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. എല്ലാവരും ട്രേസർ എക്സാമിനൊക്കെ പഠിക്കുന്ന തിരക്കാവും അല്ലേ? ട്രേസർ എക്സാമിൻ്റെ സിലബസിലുള്ള RCC ആൻഡ് സ്റ്റീൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്വിക്ക് റിവിഷൻ സീരീസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അസംഷൻസ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഉണ്ട് അല്ലേ? അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ സെക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് പ്ലെയിൻ തന്നെ ആയിരിക്കും അല്ലേ? അതാണ് ഫസ്റ്റ് അസംഷൻ. അതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇനി അടുത്തൊരു അസംഷൻ എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എത്രയാണ്? മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.0035 ആണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് വെച്ചാൽ 0.0035 ആണ്. ഇനി ഇവിടുന്ന് തെറ്റിക്കുന്ന ഒരു കാര്യം, മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് 0.003 തന്നെ, പക്ഷേ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇൻ ബെൻഡിങ് എന്ന് ചോദിച്ചാലാണ് ഈ ഒരു വാല്യൂ. ബെൻഡിങ്ങിലുള്ള മാക്സിമം സ്ട്രെയിൻ ആണ് 0.0035 ആൻഡ് കംപ്രഷനിലുള്ള മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002 ആണ്. അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട് മാക്സിമം സ്ട്രെയിന്. മാക്സിമം സ്ട്രെയിൻ ഇൻ ബെൻഡിങ് ആണെങ്കിൽ, കോൺക്രീറ്റിൻ്റെ കേസ് തന്നെയാണ്, ബെൻഡിങ് ആണെങ്കിൽ 0.0035ഉം കംപ്രഷൻ ആണെങ്കിൽ 0.002ഉം ആണ്. ഇത് നിങ്ങൾ നോക്കിയേ, ഇതിലെ മാക്സിമം വാല്യൂ അല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് 0.0035 എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് കംപ്രഷൻ എന്നോ ബെൻഡിങ് എന്നോ എന്തെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് പറഞ്ഞു. അപ്പോൾ മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഉണ്ടായിരിക്കില്ലേ? മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീൽ എന്ന് വെച്ചാൽ വിൽ ബി ഈക്വൽ ടു 0.002 പ്ലസ് 0.87 FY/ES എന്നാണ് ഫോർമുല. 0.002 പ്ലസ് 0.87 FY/ES. ദെൻ സ്ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മാക്സിമം ഡിസൈൻ സ്ട്രെസ് ആണ്. ഡിസൈൻ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ ഡിസൈനിലുള്ള മാക്സിമം സ്ട്രെസ് 0.45 FCK ആണ്. അപ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. മാക്സിമം ഡിസൈൻ സ്ട്രെസ് 0.45 FCK ആണ്. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുവാണെങ്കിൽ, ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവുക? ഇവിടെ സ്ട്രെസ്, ഇവിടെ സ്ട്രെയിൻ ആയിരിക്കും. സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇനീഷ്യലി ഇത് പരാബോളിക് ആയിരിക്കും. ദെൻ ഒരു പോയിന്റ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഓക്കെ, പരാബോളിക് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.0035ഉം ഈ ഒരു പരാബോളിക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുന്നത് 0.002ലുമാണ്. ദെൻ നമ്മൾ ക്യൂബിൻ്റെ സ്ട്രെങ്ത് എടുക്കുമ്പോൾ അത് FCK ആയിരിക്കും. ക്യൂബ് സ്ട്രെങ്ത് FCK ആയിരിക്കും. പക്ഷേ ആക്ച്വൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അത് 67% ഓഫ് FCK ആയിരിക്കും. അത്രയും ഒരു ഡിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വൽ സ്ട്രക്ചറിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരിക. 0.67 FCK എന്ന് വരും. പക്ഷെ നമ്മൾ ഡിസൈനിൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത്ര എടുക്കില്ല. കാരണം ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ അപ്ലൈ ചെയ്യും. ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു കർവ് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. 0.45 FCK ആയിട്ട് മാറും. അപ്പം FCK ആണ് ക്യൂബിൻ്റെത്, FCK ക്യൂബിൻ്റെ ആണ്, 0.67 FCK സ്ട്രക്ചറിൻ്റെ ആണ്, ആൻഡ് ഓൾസോ നമ്മൾ ഡിസൈനിൽ എടുക്കുന്നത് 0.45 FCK ആണ്. ദെൻ അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഡിസൈൻ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡിസൈൻ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഉണ്ടായിരിക്കില്ലേ? മാക്സിമം ഡിസൈൻ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 0.87 FY ആണ്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് അസംഷനിൽ നിന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, മാക്സിമം സ്ട്രെയിന് കോൺക്രീറ്റിൻ്റെ ആണെങ്കിൽ 0.0035, സ്റ്റീൽ ആണെങ്കിൽ 0.002 പ്ലസ് 0.87 FY/ES. ദെൻ നമ്മൾ പറഞ്ഞത് ഡിസൈൻ സ്ട്രെസ്സുകൾ പറഞ്ഞു. കോൺക്രീറ്റിൻ്റെതാണെങ്കിൽ 0.45 FCK ആൻഡ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ 0.87 FY ആണ്. ദെൻ നമ്മളൊരു കർവും പറഞ്ഞു. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ദെൻ നമ്മൾ ബീമിലേക്ക് വരികയാണെങ്കിൽ ബീമിൽ നിന്ന് ആദ്യം തന്നെ ചോദിക്കുക എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീം. അതായത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്, നമുക്ക്
ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്, ബാലൻസ്ഡ് സെക്ഷൻസ് ഉണ്ട്. 3 ടൈപ്പ് സെക്ഷൻസ് ആണ് നമുക്ക് ബീമിൽ ഉണ്ടാവുക. അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ റീഇൻഫോഴ്സ്മെന്റ് കുറവാണ്. അതായത് റീഇൻഫോഴ്സ്മെന്റിന്റെ അളവ് കുറവാണെന്നല്ല അവിടെ നിന്ന് മീൻ ചെയ്യേണ്ടത്. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീലും ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് ആര് ഫെയിലിയർ ആവും അല്ലെങ്കിൽ സെക്കൻഡ് ആര് ഫെയിലിയർ ആവും എന്നുള്ളത് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എപ്പോഴും അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫെയിലിയർ സംഭവിക്കുന്നത് സ്റ്റീലിനായിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആവശ്യത്തിലധികം റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഫെയിലിയർ ആർക്കായിരിക്കും? ഫസ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് കോൺക്രീറ്റിനായിരിക്കും. ദെൻ ബാലൻസ്ഡ് ആണെങ്കിൽ രണ്ടിൻ്റെയും ഫെയിലിയർ ഒരുമിച്ചാണ്, സ്റ്റീലും കോൺക്രീറ്റും ഒരുമിച്ചാണ് ഫെയിലിയർ സംഭവിക്കുക. നമ്മൾ ഏതാണ് പ്രിഫേർഡ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് ചോദിച്ചാൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. കാരണം പ്രിഫേർഡ് സെക്ഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സ്റ്റീൽ ഫെയിൽ ആവുന്നതിന് മുന്നേ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫെയിൽ ആവാനായെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് തരും. പക്ഷെ ഒരിക്കലും കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫെയിൽ ആവുന്നതെങ്കിൽ നമുക്കതൊരു വാർണിംഗും തരില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്. ദെൻ നമുക്ക് ബീമിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കണം. ബീമിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഫക്റ്റീവ് സ്പാന്, ഡിഫ്ലക്ഷൻ എത്രയാണ്, ഡിഫ്ലക്ഷൻ കൺട്രോൾ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഇത് 2 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡ്യൂറിങ് കാസ്റ്റ് ലെവൽ അല്ലെങ്കിൽ അറ്റ് കാസ്റ്റ് ലെവൽ ആണെങ്കിൽ, ഡ്യൂറിങ് കാസ്റ്റ് ലെവൽ എക്സാമിന് അങ്ങനെ എന്തെങ്കിലും ഒരു ടേം പറഞ്ഞിട്ടുണ്ടാവും. ഡ്യൂറിങ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ അറ്റ് കാസ്റ്റ് ലെവൽ എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഡ്യൂറിങ് കാസ്റ്റിംഗ് എത്രയാണ് വരിക? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി ലെസ് ദാൻ സ്പാൻ ബൈ 250 ആണ്. എത്രയാണോ നമ്മുടെ സ്പാൻ അത് ഡിവൈഡഡ് ബൈ 250-നേക്കാളും താഴെയായിരിക്കണം. ദെൻ ആഫ്റ്റർ കാസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ കാസ്റ്റിങ്ങിന് പകരം ചിലപ്പം ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻ വാളെന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. ആഫ്റ്റർ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻ വാളെന്നോ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആഫ്റ്റർ കാസ്റ്റിംഗ് ആണെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ സ്പാൻ ബൈ 250 ആണെങ്കിൽ ഇവിടെ സ്പാൻ ബൈ 350, അതേപോലെ 20 mm. ഇതിൽ ലെസ്സർ വാല്യൂ ഏതാണോ അതിനേക്കാളും ചെറുതായിരിക്കണം. 2 കണ്ടീഷൻസ് നമ്മൾ നോക്കണം. സ്പാൻ ബൈ 350 അല്ലെങ്കിൽ 20 mm. ഈ ഒരു 2 കണ്ടീഷനിൽ ലെസ്സർ ഏതാണോ അതിനേക്കാളും താഴെയായിരിക്കണം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രീസ്ട്രെസ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ സ്പാൻ ബൈ 300 ആണ്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഡ്യൂറിങ് കാസ്റ്റിംഗ് ആണെങ്കിൽ സ്പാൻ ബൈ 250-യും ആഫ്റ്റർ കാസ്റ്റിംഗ് ആണെങ്കിൽ സ്പാൻ ബൈ 350 അല്ലെങ്കിൽ 20 mm. ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും താഴെയായിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു പ്രീസ്ട്രെസ്ഡ് ആയിട്ടുള്ള മെമ്പർ ആണെങ്കിൽ സ്പാൻ ബൈ 300-നേക്കാളും താഴെയായിരിക്കണം. അപ്പോൾ ഇതാണ് ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്നറിയാനുള്ള ചെക്ക്. ഇനി ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്തിൻ്റെ റേഷ്യോ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ കൺട്രോൾ ആണ് അടുത്തത് പഠിക്കാനുള്ളത്. ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്തിൻ്റെ റേഷ്യോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ക്യാൻറ്റിലിവർ ആണെങ്കിൽ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ആയിരിക്കണം. ദെൻ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീം ഉണ്ടായിരിക്കും. അപ്പോൾ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ആയിരിക്കണം. ആൻഡ് കണ്ടിന്യൂസ് ബീം ഉണ്ടായിരിക്കും. ടൈപ്പ് ഓഫ് ബീമിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് ആണ്. സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 26 ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ജനറലി നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്പാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 meters ആവുമ്പോഴാണ്. സ്പാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 meter ആവുമ്പോഴാണ് നമ്മൾ ഈ വാല്യൂ എടുക്കേണ്ടത്. ഇനി
സ്പാന് 10 മീറ്ററിനേക്കാളും എക്സീഡ് ചെയ്യുമ്പം ഇതേ വാല്യൂസിനെ നമ്മൾ 10 സ്പാൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ക്യാൻറ്റിലിവറിന് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്തിൻ്റെ റേഷ്യോയിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു L/D റേഷ്യോ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് <= 20 ആണ്. ക്യാൻറ്റിലിവർ ആകുമ്പം 7 ആണ്. ആൻഡ് കണ്ടിന്യൂസ് ബീം ആകുമ്പം 26 ആണ്. ഈ വാല്യൂസ് ഒക്കെയും നമ്മൾ സ്പാൻ <10 മീറ്റർ ആകുമ്പോഴാണ് ഇങ്ങനെ എടുക്കേണ്ടത്. ദെൻ സ്പാൻ <10 മീറ്റർ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെ 10 സ്പാൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യാൻറ്റിലിവർ ആകുമ്പോൾ ഒരു മാറ്റവും ഇല്ല. ക്യാൻറ്റിലിവറിന് <= 7 തന്നെയാണ്. സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പം <= 20 × 10 സ്പാൻ എന്ന് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ സ്പാനും MM-ലാണ്, എഫക്റ്റീവ് ഡെപ്തും MM-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 10 സ്പാനിൽ ഇത് 10 എന്ന് പറയുന്ന നമ്പറും സ്പാൻ എന്ന് പറയുന്നത് മീറ്ററിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. സ്പാൻ എന്ന് പറയുന്നത് മീറ്ററിലാണ് കൊടുക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീം വന്നു എന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് ആണെങ്കിൽ <= 26 × 10 സ്പാൻ എന്ന് വരും. അപ്പോൾ ഈ വാല്യൂസും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പൊതുവേ ഇപ്പോൾ പറഞ്ഞ സെറ്റിനേക്കാളും ഈ ഒരു 7, 20, 26 ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ദെൻ ഇനി നമുക്ക് എന്താണ് ലാറ്ററൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്ന് നോക്കാം. ഡിഫ്ലക്ഷനായി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാറ്ററൽ സ്റ്റെബിലിറ്റി ആണ്. ചെക്ക് ഫോർ ലാറ്ററൽ സ്റ്റെബിലിറ്റി. മൂന്നാമത്തെ കണ്ടീഷൻ, ചെക്ക് ഫോർ ലാറ്ററൽ സ്റ്റെബിലിറ്റി. ഇതിൻ്റെ ചെക്കും നമ്മൾ ക്യാൻറ്റിലിവറിനും അതേപോലെ കണ്ടിന്യൂസിനും സിംപ്ലി സപ്പോർട്ടിനും വേറെ ആയിട്ടാണ് പറയുക. ഞാൻ എടുക്കുന്നത് ക്യാൻറ്റിലിവർ ആണെങ്കിൽ ലാറ്ററൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണമെങ്കിൽ L എന്ന് പറയുന്നത് എൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. അൺസപ്പോർട്ടഡ് ലെങ്ത് ഷുഡ് ബി <25 times B ഓർ ഷുഡ് ബി <100 B²/D. ഈ ഒരു രണ്ട് കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. 25 times B അല്ലെങ്കിൽ 100 B²/D എന്ന് പറയുന്ന കണ്ടീഷനാണ് എടുക്കേണ്ടത്. ദെൻ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡോ അല്ലെങ്കിൽ കണ്ടിന്യൂസോ ആയിട്ടുള്ള ബീമാണെങ്കിൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ഷുഡ് ബി <60 times B ആണ് ആൻഡ് ഷുഡ് ബി <250 B²/D ആയിരിക്കണം. 250 B²/Dയും 100 B²/Dയുമാണ്. അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ബീം ഇങ്ങനെയാണുള്ളതെങ്കിൽ ഈ ഒരു സപ്പോർട്ടുകൾ ഉണ്ടാവില്ല. ഇതൊരു സപ്പോർട്ടാണ്, ഇപ്പുറത്തും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ ഒരു സപ്പോർട്ടിന് ഇടയിലുള്ള ദൂരമാണ് അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിഫ്ലക്ഷൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ലാറ്ററൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തി. ഇനി നമുക്ക് എത്രയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ? നമ്മളൊരു ബീം എടുക്കുന്ന സമയത്ത് എത്രയാണ് മിനിമം ആൻഡ് മാക്സിമം റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് ഓർത്ത് വെക്കണം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസാണ്. അപ്പോൾ മിനിമം ആൻഡ് മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 0.85/Fy ആയിരിക്കും. മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 0.85/Fy ആണ്. ദെൻ മിനിമം നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? മിനിമം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, കാരണം കോൺക്രീറ്റ് സ്ട്രോങ് ഇൻ കംപ്രഷനും വീക്ക് ഇൻ ടെൻഷനുമാണ്. അതുകൊണ്ട് നമ്മൾ മിനിമം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല, ആക്ച്വലി ഇല്ല. അപ്പോൾ 0 ആയിരിക്കും മിനിമം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ മാക്സിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ 4% ആണ്. 4% ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി ഇതേപോലെ തന്നെ മാക്സിമം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. മാക്സിമം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതും 4% ഓഫ് BD ആണ്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ആണ്. 4% ഓഫ് BD അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ്റെ 4%. മാക്സിമം കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് മിനിമം ആവശ്യമില്ല, പക്ഷേ മാക്സിമം 4 വരെ കൊടുക്കാം. ഈ ഒരു കേസ് എടുക്കേണ്ടത് എപ്പോഴും ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമൊക്കെ ചെയ്യുമ്പോഴാണ്. ദെൻ ടോട്ടൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണോ ചോദിച്ചതെങ്കിലോ, മാക്സിമം ടോട്ടൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ 4ഉം 8% ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് നമുക്ക് പറയാം. ദെൻ നമുക്ക് ASTയും
അല്ലെങ്കിൽ എത്രയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. AST മിനിമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് മിനിമം റീഇൻഫോഴ്സ്മെന്റ്. AST മിനിമം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ AST by BD ഷുഡ് ബി ഈക്വൽ ടു 0.85 by FI എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് എടുക്കുക. AST by BD equal to 0.85 by FY എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ AST മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ 0.85 BD by FY എന്ന് വരും. ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ ഈ ഒരു 0.85 FY 4% ഓഫ് ക്രോസ് സെക്ഷൻ ഒക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ നമ്മൾ ഇത് പറഞ്ഞപ്പം ഇടയ്ക്ക് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആൻഡ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എപ്പോഴാണ് ഒരു ബീം സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആവുക? നമ്മുടെ ടെൻഷൻ സൈഡിൽ മാത്രമാണ് റീഇൻഫോഴ്സ്മെന്റ് എങ്കിൽ നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്നും, ടെൻഷൻ സൈഡിലും കംപ്രഷൻ സൈഡിലും രണ്ട് സൈഡിലും എന്തിനു കൊടുക്കുന്നു? മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്നും പറയും. ദെൻ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് എൻ്റെ ബീം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഇടയ്ക്ക് റീഇൻഫോഴ്സ്മെന്റിനെ കൊടുക്കും. അതിനെയാണ് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. ഞാനിവിടെ വൃത്തിക്ക് വരയ്ക്കാം. ഇപ്പം ഇതെൻ്റെ ബീമാണെങ്കിൽ ഇപ്പോൾ വരച്ചത് സ്റ്റിറപ്പാണ്. ഇതാണ് എൻ്റെ ബീം. ഞാൻ ബീം വരയ്ക്കുന്നത് അങ്ങ് റെഡി ആവുന്നില്ലല്ലോ. ഇങ്ങനെയാണ് എൻ്റെ ബീം ഇരിക്കുന്നത് നിങ്ങൾ കരുതുക. നമ്മൾ നോർമലി റീഇൻഫോഴ്സ്മെന്റ് ടോപ്പിൽ കൊടുക്കാം, അതേപോലെ ബോട്ടത്തിലൊക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റിനെ കൊടുക്കാറുണ്ട്. ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ സൈഡുകളിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിനെയാണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. എപ്പോഴാണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തത് ഓർത്ത് വെക്കേണ്ടത്. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് എപ്പോഴും നമ്മളെ ബീമിന്റെ ഡെപ്ത് കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഡീപ്പറായി വരുമ്പോഴാണ് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റിനെ കൊടുക്കേണ്ടത്. അപ്പോൾ ഡെപ്ത് ഓഫ് ബീം ഗ്രേറ്റർ ദാൻ 750 mm ആവുമ്പോഴാണ് നമ്മൾ ആരെ കൊടുക്കേണ്ടത്? സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റിനെ കൊടുക്കേണ്ടത്. ഡെപ്ത് ഓഫ് ബീം ഗ്രേറ്റർ ദാൻ 750 mm ആവുമ്പോഴാണ് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റിനെ കൊടുക്കേണ്ടത്. ദെൻ എത്രയാണ് മാക്സിമം സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ 0.1% ഓഫ് വെബ് ഏരിയ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. വെബ് ഏരിയയുടെ 0.1% ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയാം. അതായത് രണ്ട് സൈഡിലും നമ്മൾ 0.1% ഓഫ് വെബ് ഏരിയ ആയിട്ട് എടുക്കണം. ക്ലിയർ ആയോ? 0.1%ന്റെ പകുതി ഒരു സൈഡിലും അതിൻ്റെ വേറൊരു പകുതി ഇപ്പുറത്തെ സൈഡിലും, അതായത് മാക്സിമം 0.1% ആണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ 0.1/2%, ഇവിടെയും 0.1/2% ആയിരിക്കും. ക്ലിയർ ആയോ? ദെൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കവർ ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റിന് നമ്മൾ കൊടുക്കേണ്ട കവർ, എൻഡ് കവർ എന്ന് പറയുന്നത് ഷുഡ് ബി 25 mm ഓർ 2 times ഡയമീറ്റർ ആണ് എടുക്കേണ്ടത്. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ അതാണ് നമ്മൾ എൻഡ് കവറായിട്ട് ചൂസ് ചെയ്യേണ്ടത്. 25 mm അല്ലെങ്കിൽ 2 times ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കുറേ കോഡൽ പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി ബീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ബീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആങ്കറേജ് ആൻഡ് ഡെവലപ്മെന്റ് ലെങ്ത്. അപ്പോൾ ആദ്യം തന്നെ ബോണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ, ലോഡ് വരുന്ന സമയത്ത് കോൺക്രീറ്റും സ്റ്റീലും രണ്ടും ബോണ്ട് ഒരുമിച്ചെടുക്കണം, അല്ലെങ്കിൽ ലോഡ് ഒരുമിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഡെവലപ്മെന്റ് ലെങ്ത് ഒക്കെ കൊടുക്കുന്നത്. കാരണം ലോഡ് വരുന്ന സമയത്ത് ഈ റീഇൻഫോഴ്സ്മെന്റ് തെന്നി മാറിപ്പോവാനൊന്നും പാടില്ല. അപ്പോൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ്. ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ LD ഷുഡ് ബി ഈക്വൽ ടു 0.87 FY 5/4 tau BD. അല്ലെങ്കിൽ ചില സമയത്ത് ഈ 0.87 FYനെ FS 5/4 tau BD എന്ന് കാണിക്കാറുണ്ട്. ദെൻ എന്താണ് tau BD വാല്യൂസ്? ഈ ഒരു tau BD വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണോ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു tau BD വാല്യൂസ് M20 ആണെങ്കിൽ 1.2 ആണ്, M25 ആണെങ്കിൽ 1.4 ആണ്, M30 ആണെങ്കിൽ 1.5 ആണ്, ദെൻ M35 ആണെങ്കിൽ 1.7 ആണ്, M40 ആണെങ്കിൽ 1.9 ആണ്. ഇതിന് മുകളിലേക്ക് ഏത് വന്നാലും 1.9 ആണ്.
ദെൻ ഈ ഒരു ടേബിൾ വാല്യൂ, ഇതൊരു ടേബിൾ ആയിട്ടാണ് നമ്മുടെ കോഡിൽ കൊടുത്തിട്ടുള്ളത്, TOBD വാല്യൂസ്. ഈ ഒരു ടേബിൾ വാല്യൂസിൽ ചില സമയത്തൊക്കെ ചെറിയ നമ്മൾ അഡീഷൻസ് അല്ലെങ്കിൽ ഈ വാല്യൂ തന്നെയല്ല എടുക്കേണ്ട വരിക. ആ കേസാണ് ഇവിടെ നിന്ന് ഓർത്ത് വെക്കേണ്ടത്. അതായത് നമ്മൾ ഈ ടേബിൾ വാല്യൂസ് എപ്പം എടുക്കുമെന്ന് ചോദിച്ചാൽ, വരച്ചത് റെഡി ആയിട്ടില്ല, ഒരു ടേബിൾ ആക്കട്ടെ കേട്ടോ. ഈ ടേബിൾ വാല്യൂസ് നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, മൈൽഡ് സ്റ്റീൽ ഇൻ ടെൻഷൻ ആകുമ്പോൾ, മൈൽഡ് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? മൈൽഡ് സ്റ്റീൽ ആണ്, മൈൽഡ് സ്റ്റീൽ ഇൻ ടെൻഷൻ ആവുമ്പോൾ നമ്മൾ ടേബിൾ വാല്യൂസ് തന്നെയാണ് എടുക്കേണ്ടത്. ദെൻ മൈൽഡ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ആകുമ്പോൾ, മൈൽഡ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ആണ്, കംപ്രഷൻ ആകുമ്പോൾ നമ്മൾ TOBD വാല്യൂ ഒരു 25% ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. TOBD വാല്യൂ 25% ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ 1.25 ഇൻറ്റു ടേബിൾ വാല്യൂ ആയിട്ട് മാറും. ദെൻ മൈൽഡ് സ്റ്റീൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ആരെയായിരിക്കും പറയുക? HYSD ബാർ ഇൻ ടെൻഷൻ ആണെങ്കിൽ, HYSD ബാർ ഇൻ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ ടേബിൾ വാല്യൂവിന് ഒരു 60% ഇൻക്രീസ് കൊടുക്കും. പക്ഷേ HYSD ബാർ, ട്വിസ്റ്റഡ് ബാർസ് ഒക്കെ വരുമ്പം ബോണ്ട് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂവിന് 1.6 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 60% എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു ടേബിൾ വാല്യൂ ആണ്. ദെൻ HYSD ബാർ ഇൻ കംപ്രഷൻ ആവുമ്പോൾ ഓൾറെഡി നമുക്ക് HYSD ബാറിന് ഒരു 60% എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ ഒരു 1.6 വരും. ദെൻ കംപ്രഷൻ ആവുമ്പോൾ ഒരു 1.25 കൂടെ വരും. 1.6 ഇൻറ്റു 1.25 ഇൻറ്റു ടേബിൾ വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ എപ്പോഴും ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ എടുക്കേണ്ട TOBD വാല്യൂസിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. TOBD വാല്യൂസ് എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ എടുക്കേണ്ടത് എപ്പോഴും മൈൽഡ് സ്റ്റീൽ ഇൻ ടെൻഷൻ ആകുമ്പോഴാണ്. മൈൽഡ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ആകുമ്പോൾ 25% എക്സ്ട്രാ കൊടുക്കണം. ദെൻ HYSD ബാർ ആകുമ്പം 60% എക്സ്ട്രാ ആണ് HYSD ഇൻ ടെൻഷൻ ആകുമ്പോൾ. ദെൻ HYSD ഇൻ കംപ്രഷൻ ആകുമ്പോൾ ഓൾറെഡി കംപ്രഷൻ്റെ ഒരു 25% എക്സ്ട്രായും HYSDയുടെ ഒരു 60% എക്സ്ട്രായും നമ്മുടെ ടേബിളിലേക്ക് വരും. ഈ വാല്യൂസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ആങ്കറേജ് ലെങ്ത്തും ചോദിക്കാറുണ്ട്. ആങ്കറേജ് ലെങ്ത് ഫോർ 45 ഡിഗ്രി ഹുക്ക് അല്ലെങ്കിൽ 45 ഡിഗ്രി ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയുള്ള ആങ്കറേജ് ലെങ്ത് എന്ന് പറയുന്നത് 4 ടൈംസ് ഡയമീറ്റർ ആണ്. ദെൻ 90 ഡിഗ്രി ആവുമ്പോൾ അവിടെ 8 ടൈംസ് ഡയമീറ്റർ ആണ്. ദെൻ 135 ഡിഗ്രി ആവുമ്പോൾ 12 ടൈംസ് ഡയമീറ്റർ ആണ്. 180 ഡിഗ്രി ആവുമ്പോൾ 16 ടൈംസ് ഡയമീറ്റർ ആണ്. 180 ഡിഗ്രി എന്ന് പറയുമ്പം ഈ ഒരു ബാർ നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തു. 180 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഹുക്ക്. 45 ഡിഗ്രി ബെൻഡ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി, ആ ഒരു ബെൻഡിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് 45 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളോട് ഈ ഒരു വാല്യൂ ചോദിക്കാറുണ്ട്, എത്രയാണ് ഹുക്കിൻ്റെ ആങ്കറേജ് വാല്യൂ? ഹുക്കിൻ്റെ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 16 ടൈംസ് ഡയമീറ്റർ ആണ്. ഇനി നിങ്ങൾ ബീമിൽ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയും കൂടി ഉണ്ട്. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൽ ഒരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ASV by BSV should be greater than or equal to 0.4 by 0.87 FY. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഇതിൽ SV എന്ന് പറഞ്ഞാൽ സ്പേസിംഗ് ആണ്. ഇനി ഷിയർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയൊക്കെയാണ് കൊടുക്കാറുള്ളത്? ബെൻഡപ്പ് ബാർ കൊടുക്കാറുണ്ട്, അതേപോലെ സ്റ്റിറപ്പുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഷിയർ എടുക്കാൻ വേണ്ടി ബെൻഡപ്പ് ബാറും സ്റ്റിറപ്പുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ സ്റ്റിറപ്പ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. സ്റ്റിറപ്പ് വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആവാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റിറപ്പ് ആവാം. 2 രീതിയിൽ നമുക്ക് സ്റ്റിറപ്പ് കൊടുക്കാം. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആവാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആവാം. ഇതിൽ നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 0.75D, അതേപോലെ 300 mm. ഇതിലെ മിനിമം വാല്യൂ ആണ് വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെ സ്പേസിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റിറപ്പ് ആണെങ്കിൽ D അല്ലെങ്കിൽ 300 mm. ഇതിലെ മിനിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2 കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ 0.75D അല്ലെങ്കിൽ 300 mm. ദെൻ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആണെങ്കിൽ D അല്ലെങ്കിൽ 300 mm. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു സ്പേസിംഗ് ഒക്കെ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ
സ്റ്റിറപ്പിൻ്റെ സ്പേസിങ്ങിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. നമ്മൾ സ്റ്റിറപ്പ് കൊടുക്കുമ്പോൾ ഇതെൻ്റെ ബീമാണെങ്കിൽ ഈ ഒരു ബീമിൽ ഇവിടെ സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, ഇവിടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പം സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് അടുത്തടുത്തടുത്തായിട്ട് വരും. അതായത് ഇവിടെ സ്പേസിങ് വളരെ കുറവായിരിക്കും. ആൻഡ് സെൻറ്ററിലേക്ക് വരുമ്പം സ്പേസിങ് നമ്മൾ കൂട്ടി കൊടുക്കും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. സിറപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ സെൻറ്ററിലുള്ള സ്പേസിങ് വളരെ വിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്പേസിങ് കൂട്ടി കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് എൻഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ സ്പേസിങ് കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് ഫുള്ള് ബീമിൻ്റെ കാര്യങ്ങളാണ്, ബീമിൻ്റെ ഡിസൈൻ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ എക്സാമിന് ഈ പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോഡൽ പ്രൊവിഷൻസ് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ദെൻ നമ്മളെ പുതിയ ഓവർസിയർ ബാച്ച് സൈലം ടെക്നിക്കലിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നമ്മുടെ പുതിയ ഓഫ്ലൈൻ ഓവർസിയർ ബാച്ച് ഈ ഒരു ഡിസംബർ 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ ഫാക്കൽറ്റീസും ഓഫ്ലൈനിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും താമസിപ്പിക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എന്താ പറയുക, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഡയറക്റ്റ് ഒരു ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിൻ്റെ എഫക്റ്റീവ്നെസ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഓഫ്ലൈനായിട്ട് ഡയറക്റ്റ് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഓഫ്ലൈനായിട്ട് പഠിക്കാൻ വരിക. ഓക്കെ, നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട്. താങ്ക് യു ഓൾ.